പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിടുക്കന്മാരും മിടുക്കികളുമാണല്ലോ. സന്തോഷമാണോ നിങ്ങൾക്ക്? എന്നാ നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തുവശത്തും വലതുവശത്തും ഇരിക്കുന്ന കൂട്ടുകാരെയും നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചേ. നന്നായിട്ട് ചിരിക്കണം. എന്നിട്ട് വലത് കരം നീട്ടി ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയണേ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം അല്ലേ നമുക്ക്? ഇനി എന്തിനു വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ ഗെയിംസ് കളിക്കുവാനായി 4 ബോയ്സും 4 ഗേൾസും പെട്ടെന്ന് കടന്നു വരാം. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു കളിയായാലോ? നമ്മുടെ ഗെയിംസിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയായിരിക്കും. ഈ 4 ബൗളിൽ സിസ്റ്റർ കുറേ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 4 ടീമാണ്, ഈ 2 പേര്. ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ ഒരു വിശുദ്ധയുടെയോ പേര് നിങ്ങൾ ഈ സമയത്ത് ഈ ടേബിളിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് അനുവദനീയമായ സമയം 1 മിനിറ്റാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഈസ് ഓവർ. നിങ്ങൾ ഏത് വിശുദ്ധയുടെയൊക്കെ പേരുകളാണ് എഴുതിയത്? അല്ലെൻ്റെ ആരുടെ പേര് എഴുതിയത്? സെയിൻറ്റ് റോസ്. മോളോ? സെയിൻറ്റ് അന്ന. മിടുക്കി. സെയിൻറ്റ് ലൂക്ക്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? 2 more letters. നിങ്ങളുടെ ഗ്രൂപ്പോ? ഞങ്ങളുടെ സെൻറ്റ് ഡൊമിനിക് സാവിയോ. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങളെല്ലാവരും മിടുക്കരാണല്ലോ. എല്ലാവരും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്ത സെയിൻറ്റ് റോസിൻ്റെ ഗ്രൂപ്പിന് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? രണ്ടാമതായി ഫിനിഷ് ചെയ്തത് ബിൽഹായുടെ ഗ്രൂപ്പാണ്, സെയിൻറ്റ് അന്ന. നമുക്ക് അവർക്ക് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കാം, ഒരു ക്ലാപ്പ് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു പോകാം. ഈ ഗെയിമിലേക്ക് പ്രവേശിച്ചപ്പോൾ മക്കൾക്ക് എന്താ തോന്നിയത് മനസ്സിൽ? സിസ്റ്റർ പെട്ടെന്ന് ഈ ഗെയിം കളിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന സെയിൻറ്റ് റോസ് എന്ന വിശുദ്ധൻ്റെ പേരാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിച്ചു. പെട്ടെന്ന് മനസ്സിലേക്ക് പേര് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റി. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ലൂക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ അക്ഷരത്തിലുള്ള വിശുദ്ധൻ്റെ പേരാണ് ഓർത്തത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയത്? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? നോ. ഓക്കെ. ബിൽഹായുടെ ഗ്രൂപ്പ്? അവസാനമായപ്പോഴത്തേനും ടെൻഷനായിട്ട് ഒന്നും റെഡി ആവുന്നില്ലായിരുന്നു. പിന്നെ സമയം കഴിയാനായെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റി. അവസാനമായപ്പം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. എങ്കിലും ഈ ഗെയിം ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ലെറ്റേഴ്സ് കൊണ്ടാണ് അല്ലേ? ഏതെങ്കിലും ഒരു ലെറ്റർ തെറ്റിപ്പോയാൽ കിട്ടുമോ? ആ പേര് കിട്ടുമായിരുന്നോ? നിങ്ങൾ ചിലർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അപ്പോൾ ഒരു ചെറിയ ഗെയിം ആണെങ്കിലും ഒരു വിശുദ്ധ അല്ലെ ഒരു വിശുദ്ധനെ നിങ്ങൾ എഴുതുകയായിരുന്നു. അപ്പോൾ ആ വിശുദ്ധൻ്റെ പേര് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ലെറ്റേഴ്സ് വെച്ച് എഴുതിയത്. അപ്പോൾ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ ആവശ്യമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ അത് ക്രമമായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഇല്ലേ? ലൂക്ക് എന്നുള്ളതിന് പകരം ഒരു സ്ഥലത്ത് വെച്ചിട്ട് യു കൊണ്ട് അവസാനം വെച്ച പേരാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരു ചിട്ടയും ക്രമവും ആവശ്യമായിരുന്നു. അപ്പോൾ ഈ കളിയിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ഒരു വിശുദ്ധൻ അല്ലെ ഒരു വിശുദ്ധയാകണമെങ്കിൽ നമുക്ക് ശ്രദ്ധയായ ഒരു ജീവിതം ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രമമുള്ള ഒരു ജീവിതവും ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പലപ്പോഴും നമ്മെ ഞെരുക്കുന്നു. അടുത്ത സെഗ്മെന്റിലൂടെ ഈ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിഞ്ഞാലോ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചില പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ
ചില അടിമത്തങ്ങളും ചില കുറവുകളും ചില വൈകല്യങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടുവാൻ നമുക്ക് സഹായകമാകും. നമുക്ക് അടുത്തതായിട്ടൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണാം. അതിൽ നിന്നും നമുക്കൊരു തീം ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം. Hey, dummy! Are you retarded or just plain stupid? Look, I'm Forrest Gump. Just run away, Forrest. Run, Forrest! Run away! Hurry! Get the bags! Hurry up! Let's get it! Come on! Look out, dummy! Here we come! I'm gonna get you! Run, Forrest! Run! Run, Forrest! Come back here, you! Run, Forrest, run! ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഷാൻ എന്താ മനസ്സിലായത്? നമ്മൾ ഏത് അടിമത്തത്തിൽ നിന്നാലും ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പം ഏത് അടിമത്തത്തിൽ നിന്ന് ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പം നമ്മൾ കണ്ട ക്ലിപ്പിനകത്ത് മറ്റു കുട്ടികൾ ആ കുഞ്ഞിനെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ കാലിൽ കിടന്ന കാലിപ്പുറക്കെ പൊട്ടിപ്പോയി അവൻ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ ആ കുഞ്ഞ് കടന്നു പോയത് കൊണ്ടാണ് ആ കാലിൻ്റെ സ്വാധീനക്കുറവിൽ നിന്നും അതില്ലെങ്കിൽ അതും നിമിത്തമുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും അവനൊരു വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു വിശുദ്ധൻ്റെ കാര്യമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വിശുദ്ധനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ മാറ്റ് ടാൽബോത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ മാറ്റ് ടാൽബോത്ത്. ഈ വിശുദ്ധന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കുടുംബ സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ ഈ കുഞ്ഞ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വികൃതിയായ ഒരു വ്യക്തി എന്നുള്ള പേരായിരുന്നു മാറ്റിന് കൂട്ടുകാരും അധ്യാപകരും ഒക്കെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റിന് അധ്യാപകരുടെ ഭാഗത്തു നിന്നും കഠിന ശിക്ഷണങ്ങളും അതുപോലെ തിരുത്തലുകളുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ മാറ്റ് സ്കൂളിൽ പോകും പല ദിവസവും വീട്ടിൽ നിന്ന് ബാഗൊക്കെ സ്കൂളിലേക്ക് എന്നും പറഞ്ഞ് തൂക്കി ഇറങ്ങിയാൽ പലപ്പോഴും സ്കൂളിൽ എത്താറില്ലായിരുന്നു. മാറ്റ് തെരുവിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് വൈകുന്നേരം സ്കൂളിൽ പോയതുപോലെ വീട്ടിൽ വന്ന് ഇരിക്കും. ഇങ്ങനെ ഉഴപ്പി അവസാനം മാറ്റിന് തൻ്റെ സ്കൂൾ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജീവിച്ച മാറ്റ് കുറേ ദിവസങ്ങളൊക്കെ വീട്ടിലിരുന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് പോലും വകയുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി മാറ്റ് ചെറിയ ഒരു ജോലി അന്വേഷിച്ച് നടത്തും. ഇങ്ങനെ മാറ്റിന് ഒരു ജോലി കിട്ടിയത് ഒരു മദ്യശാലയിലാണ്. ചെറുപ്പമായിരുന്നത് കൊണ്ട് മദ്യശാലയിലെ ഉടമസ്ഥന് മാറ്റിനോട് പറഞ്ഞു, ഈ ശാലയിൽ അല്ലെങ്കിൽ ഈ കടയിൽ വരുന്ന കത്തുകളൊക്കെ കൊണ്ട് ഇനി അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി ഏൽപ്പിച്ചു. ഏറ്റവും വിശ്വസ്തയോടുകൂടി മാറ്റ് ആ ജോലി ചെയ്തു. എങ്കിലും ഒരു കാര്യം ഇതിനിടയ്ക്ക് സംഭവിച്ചു. കൊച്ചു മാറ്റ് എല്ലാവർക്കും കത്തുകൾ കൊണ്ടു കൊടുക്കുമ്പോൾ മദ്യശാലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും എന്തു കൊടുത്തു കാണും? മദ്യം കൊടുത്തു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മദ്യം ഉപയോഗിച്ച് വലിയൊരു മദ്യപാനിയായി തീർന്നു മാറ്റിൻ്റെ ജീവിതം. അപ്പോൾ മാറ്റ് അവിടെ ജോലി ചെയ്യും. ആഴ്ചയുടെ അവസാനം ശനിയാഴ്ച കിട്ടുന്ന ശമ്പളം മുഴുവൻ അടുത്ത ബാറിൽ കൊണ്ടു കൊടുക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ച മദ്യപിക്കുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ശമ്പളം മുഴുവൻ 1-2 ദിവസം കൊണ്ട് മദ്യപിച്ച് തീർന്നു കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് മദ്യപാനത്തിനായിട്ട് തൻ്റെ കോട്ടും ഷൂസും തനിക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ വിറ്റ് മദ്യപിക്കുന്ന ഒരു ശീലത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാളിൽ മാറ്റിന് കഠിനമായ രോഗം പിടിപെട്ട് ഒരാഴ്ച ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പം മദ്യപാനികൾ
ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് തോന്നുന്നത്? കുടിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്രകാരം മാറ്റ് കഠിനമായി മദ്യപാനത്തിന് അടിമയാണെങ്കിലും പള്ളിയിൽ പോകില്ല, കുമ്പസാരിക്കില്ല, കുർബാന സ്വീകരിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും മാറ്റ് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും. എന്നും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കൊണ്ട് ഉറങ്ങും. അതൊരു നിത്യവും മാറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി മാറ്റിൻ്റെ ജീവിതത്തിൽ മാറി. ഇങ്ങനെ അന്ന ദിവസം അസുഖമൊക്കെ ബാധിച്ച് ശമ്പളമൊന്നും കിട്ടാതെ വിഷമിച്ച് കിടന്ന മാറ്റിൻ്റെ മനസ്സിലേക്ക് അമിതമായിട്ട് മദ്യം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ശനിയാഴ്ച ദിവസം ഫാക്ടറിയുടെ അരികത്ത് പോയി നിന്നു. തൻ്റെ കൂട്ടുകാർ വരുമ്പോൾ തനിക്ക് അല്പം മദ്യം വാങ്ങിച്ച് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ ആരും മാറ്റിനെ അന്ന് കമ്പനി കൂടുവാൻ വിളിച്ചില്ല. അപ്പോൾ വിഷമിച്ച് നിന്ന മാറ്റ് കടം ചോദിച്ചു പലരോടും. പക്ഷെ ആരും കടവും കൊടുത്തില്ല. അങ്ങനെ സങ്കടത്തോടുകൂടി മാറ്റ് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. അന്ന് വർഷങ്ങൾക്ക് ശേഷം മാറ്റിനെ തൻ്റെ അമ്മ മദ്യപിക്കാത്ത രീതിയിൽ കണ്ടെത്തി. അപ്പോൾ മാറ്റെന്ന് അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇനി ഒരിക്കലും മദ്യപിക്കണ്ട. അപ്പോൾ മാറ്റിൻ്റെ അമ്മ മാറ്റിനോടൊരു കാര്യം പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ സഹായിക്കും. പിറ്റേ ദിവസം തന്നെ അമ്മയുടെ ഉപദേശം കൈക്കൊണ്ട് മാറ്റ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നന്നായിട്ട് കുമ്പസാരിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. പിന്നീട് മാറ്റൊരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ മദ്യപാനമൊക്കെ നിർത്തി കുടുംബത്തിൽ കടന്നു വന്ന മാറ്റിന് മനസ്സിലായി താൻ അധ്വാനിച്ചില്ലെങ്കിൽ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും ജോലിക്കായിട്ട് പരിശ്രമിച്ചു. പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും മാറ്റിന് ജോലി കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഏക ആശ്രയം പഴയ ജോലി തന്നെയാണ്. അപ്പോൾ ഈ മദ്യശാലയിലേക്ക് ഇനി കടന്നു ചെന്നാൽ താൻ മദ്യപിച്ചു പോകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. എങ്കിലും മാറ്റ് മനസ്സിൽ വലിയൊരു ബോധ്യം ദൈവം കൊടുത്തു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടുള്ള തൻ്റെ ഒരു ജീവിതം എല്ലാ ദുശീലങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള ഒരു ജീവിതമായി തീരുമെന്ന് കർത്താവ് ബോധ്യം കൊടുത്തതനുസരിച്ച് ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കുർബാനയിൽ നിന്ന് ശക്തിയും ബലവും സ്വീകരിച്ചുകൊണ്ട് മാറ്റ് ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ ജോലിശാലയിലെ മാറ്റിൻ്റെ ജീവിതം അത്ര സന്തോഷപ്രദമായിരുന്നില്ല. കൂട്ടുകാർക്ക് എല്ലാ ദിവസവും മദ്യപിക്കാൻ വിളിച്ചു, ഫ്രീ ആയിട്ട് പലരും ഓഫേഴ്സ് കൊടുത്തു. പക്ഷേ മാറ്റൊന്നും അതിലൊന്നും വഴങ്ങി വീണില്ല. മാറ്റിൻ്റെ ഒരു മുദ്രാവാക്യം ഇതായിരുന്നു, കൂടുതൽ അധ്വാനം, കുറച്ച് വർത്തമാനം, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ മാറ്റ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, മദ്യപാനത്തിൽ നിന്നും മറ്റ് ദുശീലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനുള്ള ഒരു അഭയ കേന്ദ്രം എന്ന് പറയുന്നത് ദേവാലയമാണ്. ദേവാലയത്തിൽ കടന്നു ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് ദുശീലങ്ങളിൽ നിന്നുമൊക്കെയുള്ള വലിയ പ്രലോഭനങ്ങളിൽ നിന്ന് മോചനം നേടുന്നതായിട്ട് മാറ്റ് വിശ്വസിച്ചു. മാറ്റിൻ്റെ പിന്നോട്ടുള്ള ജീവിതം എപ്പോഴും പ്രാർത്ഥനയിലും കഠിനമായ അധ്വാനത്തിലും ചെലവഴിച്ച് 1928 മാറ്റ് മരിച്ചു. അപ്പോൾ മാറ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എത്രമാത്രം അടിമത്തമാണെങ്കിലും ദുശീലമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ളത് കർത്താവിന് നമ്മളെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അനേക വിശുദ്ധരുണ്ട് തിരുസഭയിൽ, ഇല്ലേ? അപ്പോൾ ക്ഷമയുടെ വിശുദ്ധ അല്ലെങ്കിൽ ക്ഷമയുടെ വിശുദ്ധയായിട്ട് തിരുസഭയിൽ വണങ്ങുന്ന ഒരു വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാന്നൊന്ന് പറയാമോ? വിശുദ്ധ ബെക്കീത്ത. ഗുഡ്, മിടുക്കിയ. അതുപോലെ വിശുദ്ധ ബെക്കീത്ത ക്ഷമയുടെ മധ്യസ്ഥയായിട്ട് തിരുസഭയിൽ വണങ്ങപ്പെടുമ്പോൾ ഇന്ന് എല്ലാ മദ്യപാനികളുടെയും മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ മാറ്റ് ടാൽബോത്തിനെ തിരുസഭ വണങ്ങുന്നത്. അപ്പോഴെല്ലാ മദ്യപാനികളുടെയും വിശുദ്ധനാരാ? മധ്യസ്ഥനായ വിശുദ്ധൻ വിശുദ്ധ മാറ്റ് ടാൽബോത്ത്. അപ്പോൾ മദ്യപാനികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ വിശുദ്ധ മാറ്റ് ടാൽബോത്തിന് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ നിന്നും, ഏത് തരത്തിലുള്ള ദുശീലമാണെങ്കിലും അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാനായി നമ്മൾ വിശുദ്ധ മാറ്റിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ മോചനവും ദൈവ അനുഗ്രഹവും ലഭിക്കും. വീണ്ടും മാറ്റിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കഠിനമായ തപസ്സിൻ്റെ ഒരു ജീവിതമായിരുന്നു മാറ്റിൻ്റെ ജീവിതം. മാറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും ഒരു പലകക്കട്ടിലിൽ മാറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തലയണ എന്ന് പറയുന്നത് ഒരു തടിക്കഷ്ണമായിരുന്നു.
അപ്പോൾ കൊച്ചുമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, നമ്മുടെ ചെറിയ ദുശീലങ്ങളും ചെറിയ തഴക്കദോഷങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടുവാൻ പ്രാർത്ഥനയോടൊപ്പം തപസ്സിൻ്റേതായ ഒരു ജീവിതം, അതായത് ചെറിയ ചെറിയ ത്യജിക്കലുകൾ, സുഖങ്ങളുടെയൊക്കെ വേണ്ടെന്ന് വെക്കലുകൾ നമുക്ക് സഹായകമാകും. അപ്പോൾ നമുക്കും മാറ്റിനെ പോലെ ഒരു കൊച്ചു വിശുദ്ധനും വിശുദ്ധയുമാകണ്ടേ? ആകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൂട്ടുകാരെ, ഇപ്പോഴും മനസ്സിലായി കാണുമല്ലേ എങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകരാമെന്ന്? അതിനാൽ നമുക്ക് ദൈവിക ഛായയിൽ മങ്ങലേൽപ്പിക്കാതെ കൂടുതൽ കരുതലോടെ ജീവിക്കാം. ഈ സന്തോഷത്തിൽ നമ്മുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് പാടി സ്തുതിച്ചാലോ? അപ്പോൾ വെറും മദ്യപാനിയായിരുന്ന മാറ്റ് ഇന്നൊരു ഹീറോ ആയി മാറി. മാറ്റ് ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ വെറും സീറോ ആയിരുന്ന മാറ്റ് ഒരു ഹീറോ ആയി മാറി. പ്രേമമുള്ള കുഞ്ഞുങ്ങളെ, നമുക്കും ആകണ്ടേ ഒരു ഹീറോ? ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക ലക. സീറോ, ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. സീറോ, ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക 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 ജുംജുംബര ജുംബര ലക ലക. हीरो एक में हीरो, ईश्वरा में हीरो, ईश्व मेरा दिल में है तो मैं एक सुपर हीरो. हीरो एक में हीरो, ईश्वरा में हीरो, ईश्व मेरा दिल में है तो मैं एक सुपर हीरो. लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा लगा. जीरो एक में जीरो, ईशु नहीं तो जीरो, ईशु मेरा दिल में नहीं तो मैं एक पेड़ जीरो. जीरो एक में जीरो, ईशु नहीं तो जीरो, ईशु मेरा दिल में नहीं तो मैं एक पेड़ जीरो. लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा 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 जुम्बर जुम्बर लगा लगा. അപ്പം ജീവിതത്തിൽ നമുക്ക് സത്യസന്ധത ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. കാരോലൂച്ചി എടുത്തൊരു തീരുമാനം ഇതായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ അവൾ ഇങ്ങനെ എഴുതി, എൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സഹിക്കും. ഈശോയെ